ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കർക്കിടക വാവുദിനത്തിൽ പിതൃകൾക്കായി ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ. VS-ന് അനുശോചനമായി കെടാവിളക്ക് തെളിയിച്ച യുവധാര കോട്ടൂളി. NIT കാലിക്കറ്റ് സെന്റർ ഫോർ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര സമ്മേളനം. ഹനുമാൻ സേന ഭാരതിന്റെ നേതൃത്വത്തിൽ രാമായണ പാരായണവും അധ്യാത്മ രാമായണ വിതരണവും. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കർക്കിടക വാവിൽ മൺമറഞ്ഞു പോയവർക്കായി ബലിതർപ്പണം ചെയ്ത് പതിനായിരങ്ങൾ. ക്ഷേത്രങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ഒരുക്കിയ ബലിക്കടവുകളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. മൂന്ന് തവണ ചന്ദനം തൊട്ട് കൊണ്ടുപോയാൽ പാലിച്ചെടുക്കാം. അക്ഷത ചന്ദന പുഷ്പം തീർത്ത രണ്ട് കൈകളിൽ പാലിച്ചെടുക്കാം. അല്പ ശരീരത്തിൽ ആദ്യ ആവാഹയാമി താവയാമി പൂജയാമി. ബേപ്പൂരിലെ പ്രസിദ്ധമായ ഗോദീശ്വരം ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. ബലിതർപ്പണത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ പന്തലുകളിൽ ഒരേ സമയം 800 പേർക്ക് ബലിതർപ്പണം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ബേപ്പൂർ, മാറാട്, പന്നിയങ്കര പോലീസ്, ഫയർഫോഴ്സ്, കോസ്റ്റൽ പോലീസ്, ആംബുലൻസ് തുടങ്ങിയ സുരക്ഷാ സംവിധാനവും സജ്ജമാക്കി. നല്ല രീതിയിൽ കുറിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ മാറോട് ചേർത്ത് പിടിക്കാം. ഇടതിലേക്ക് നോക്കും, വലിയ താഴെ ഇതുപോലെ സമർപ്പയാമി പ്രത്യാഹം പ്രാർത്ഥയാമി പ്രസീദമേ. കടലുണ്ടി വാവുബലി തർപ്പണ സമിതിയുടെ നേതൃത്വത്തിലും കടലുണ്ടി ദത്താത്രേയ സാധനാ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലും ഫറൂഖ് ശ്രീനാരായണ ഗുരുദേവ വിദ്യാപീഠം ട്രസ്റ്റിന്റെ നേതൃത്വത്തിലും പെരുമണ്ണ അഴകത്ത് പറമ്പത്ത് ഭദ്രകാളി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ യുവധാര കോട്ടൂളി അനുശോചനം രേഖപ്പെടുത്തി. യുവധാരയുടെ ആഭിമുഖ്യത്തിൽ VS കെടാവിളക്ക് എന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചത്. VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി യുവധാര കോട്ടൂളിയുടെ ആഭിമുഖ്യത്തിൽ VS കെടാവിളക്ക് എന്ന പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് ഓഫീസിൽ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ ചിത്രകാരൻ പരാഗ് പന്തിരങ്കാവ് VS-ന്റെ ചിത്രം വരച്ച് കത്തുന്ന മെഴുകുതിരികൾ കൈകളിൽ പിടിച്ച് VS-ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. KV പ്രമോദ് അധ്യക്ഷനായിരുന്നു. K വിജേഷ്, NV ബബീഷ്,
സുജോ MJ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. NIT കാലിക്കറ്റിൽ സെന്റർ ഫോർ ഇന്ത്യൻ നോളജ് സിസ്റ്റവും ഭാരതീയ പാരമ്പരിക് ഗ്യാൻ വിജ്ഞാൻ സമാജം സംയുക്തമായി അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിച്ചു. പ്രൊഫസർ KK ഷൈൻ ഉദ്ഘാടനം നിർവഹിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിലെ ചാണക്യ ഹാളിലായിരുന്നു 2 ദിവസങ്ങളിലായി നടത്തിയ രണ്ടാമത് രാജ്യാന്തര സമ്മേളനത്തിന് വേദിയായത്. ഭാരതത്തിന്റെ സമ്പന്നമായ പരമ്പരാഗത വിജ്ഞാനവും സംസ്കാരവും ഇന്നും ജനഹൃദയങ്ങളിലേക്ക് വേണ്ടത്ര എത്തിച്ചേർന്നിട്ടില്ലെന്ന് ഭൂരിഭാഗം പേരും അഭിപ്രായം പങ്കുവച്ചു. ചടങ്ങ് കാലടി സംസ്കൃത സർവകലാശാല ഗുരുവായൂർ ക്യാമ്പസ് ഡയറക്ടർ പ്രൊഫസർ KK ഷൈൻ ഉദ്ഘാടനം ചെയ്തു. രാമകൃഷ്ണ മിഷൻ സേവാശ്രമം കോഴിക്കോട് മഠാധിപതി സ്വാമി നരസിംഹാനന്ദ മുഖ്യപ്രഭാഷണം നടത്തി. ജേണൽ ഓഫ് ഭാരതീയ പാരമ്പരിക് ജ്ഞാൻ വിജ്ഞാൻ സമാജ് പുസ്തകത്തിന്റെ പ്രഥമ പതിപ്പ് സ്വാമി പ്രകാശനം ചെയ്തു. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷനായി. Whatever Indians have contributed to the world, it is eternal truth and wisdom. So it is always Nityam, Purnam. So that is the beauty. For us, we are always looking for that which is unchanging, from form to formless, change to changeless. So this is the wisdom of our rishis, the Acharya Parampara, and that is where the science and spirituality will meet. മാധവ ഗണിത കേന്ദ്രം ഡയറക്ടർ A. വിനോദ് മുഖ്യാതിഥിയായി. IIT കാൺപൂർ പ്രൊഫസർ ഡോക്ടർ DB പ്രസാദ് മിശ്ര, ഡോക്ടർ ആശിഷ് അവസ്ഥി, പ്രൊഫസർ R. ശ്രീധർ, ഡോക്ടർ VK ശ്രീകാന്ത് എന്നിവർ സംബന്ധിച്ചു. വിവിധ ഭാരതീയ വിജ്ഞാന കേന്ദ്രത്തിന്റെയും പുസ്തക പ്രസാധകരുടെയും പവലിയനുകളും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഹനുമാൻ സേന ഭാരതിന്റെ നേതൃത്വത്തിൽ രാമായണ പാരായണവും അധ്യാത്മ രാമായണ വിതരണവും നടന്നു. തളി മഹാശിവക്ഷേത്ര സന്നിധിയിൽ നടന്ന പരിപാടി മേൽശാന്തി ഹരിശങ്കരൻ നമ്പൂതിരി രാമായണം ബീന നായർക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. തളി ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് രാമായണ പാരായണവും അധ്യാത്മ രാമായണ വിതരണവും നടന്നത്. തളി ക്ഷേത്രം മേൽശാന്തി ഹരിശങ്കരൻ നമ്പൂതിരി വീണ നായർക്ക് നൽകി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹനുമാൻ സേന സംസ്ഥാന ചെയർമാൻ AM ഭക്തവത്സലൻ മുഖ്യപ്രഭാഷണം നടത്തി. ത്രേതായുഗത്തിൽ ദശരഥ മഹാരാജാവിന്റെ മകനായി അയോധ്യ വാണ്ടിരുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ അയനം, ഭഗവാന്റെ ജീവിത ചരിത്രമാണ് രാമായണം. ഒരു രാജാവ് എങ്ങനെ രാജ്യം ഭരിക്കണമെന്നും ഒരു ഭരണാധികാരി എങ്ങനെയാണ് പ്രജകളെ പരിരക്ഷിക്കേണ്ടിയെന്നും ഒരു കുടുംബം എങ്ങനെ നയിക്കണമെന്നും അച്ഛനെയും അമ്മയെയും എങ്ങനെ പരിലാളിക്കണമെന്നും സഹോദരിമാരെ എങ്ങനെയാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് എന്നും, ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നന്മയോടുകൂടി ജീവിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് രാമായണത്തിൽ വാൽമീകി വിവരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തോളമായി ഹനുമാൻ സേനയുടെ നേതൃത്വത്തിൽ രാമായണം ഇല്ലാത്ത ഭവനങ്ങളിൽ രാമായണം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിതരണം നടന്നുവരുന്നത്. പരിപാടിക്ക് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, സഞ്ജയ് നിസരി, ലക്ഷ്മിക്കുട്ടിയമ്മ, ശ്രീഹരി കുനിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. 100-ലേറെ ഭക്തർക്ക് രാമായണം വിതരണം ചെയ്തു.
അനിൽജിത്ത്, ശ്രീകല എന്നിവരും സംസാരിച്ചു. BLM സ്ഥാപക ചെയർമാൻ R. പ്രേംകുമാറിന്റെ സഹകരണത്തോടെയാണ് ഹനുമാൻ സേന ഭാരത് ഈ ഉദ്യമം നടപ്പിലാക്കി വരുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ 6ാം സ്ഥാപക ദിന പരിപാടികൾക്ക് തുടക്കമായി. കോഴിക്കോട് ജില്ലയിലെ പരിപാടികൾ ജൂലൈ 26 മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിൻ കലൂരിൽ വെച്ച് സ്ഥാപക ദിനമായ ജൂലൈ 20 നടന്നു. ഇതോടനുബന്ധിച്ച് വ്യത്യസ്തമായ പരിപാടികളാണ് വിവിധ ജില്ലകളിൽ നടന്നുവരുന്നത്. തൊഴിലിടങ്ങളിൽ നീതി തേടുന്നവർ ഒരുമിക്കുന്നു എന്ന തലക്കെട്ടിൽ വ്യത്യസ്തമായ പരിപാടികൾ കോഴിക്കോട് ജില്ലയിലും നടക്കുകയാണ്. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ 6ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലയിൽ ജൂലൈ 26 മുതൽ പരിപാടികൾ ആരംഭിക്കും. ജില്ലയിൽ 10 മണ്ഡലങ്ങളിൽ പരിപാടികൾ നടക്കും. തൊഴിലിടങ്ങളിൽ നീതി തേടുന്നവർ ഒരുമിക്കുന്നു എന്ന തലക്കെട്ടിലാണ് പരിപാടികൾ നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി സേവന പ്രവർത്തനങ്ങൾ, രചനാ മത്സരങ്ങൾ എന്നിവയും നടക്കും. വളരെ കൃത്യമായി നീതിയോടുകൂടി സ്ത്രീകളുടെ വിഷയങ്ങളിൽ ഇടപെടുകയും അവർക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും അവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് 6 വർഷമായി വിമൻ ജസ്റ്റിസ് കേരളത്തിന്റെ തെരുവുകളിൽ അവർ നീതി നിഷേധിക്കപ്പെടുന്ന, അവകാശം നിഷേധിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട അസംഘടിത വനിതാ തൊഴിലാളികൾ പരിപാടിയിൽ പങ്കെടുത്ത് തങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികളായ സഫിയ ടീച്ചർ, നദീറ EN, റംല ഷാനവാസ് തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വേദ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ഡോക്ടർ K. പരമേശ്വരൻ രചിച്ച പുസ്തകങ്ങളുടെ പ്രകാശനം ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. കൊല്ലം എറണാകുളം റെയിൽവേയുടെ കഥ, കേരളത്തിന്റെ ഭാഗ്യരേഖ, മധുരമനോജ്ഞം, മോഹനം, ഈ ജീവിതം എന്നീ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. ഗുരുവായൂരപ്പൻ കോളേജ് മലയാള വിഭാഗം മേധാവി ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ പ്രകാശനം നിർവഹിച്ചു. ഞാൻ വിശ്വസിക്കുന്ന ഒരു ആശയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാളല്ല മുൻ മുഖ്യമന്ത്രിയായ യശശരീരനായ ഉമ്മൻചാണ്ടി. പക്ഷെ നമ്മൾ ആലോചിക്കണം, അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞിട്ട് 2 വർഷമായി കഴിഞ്ഞ ദിവസം. പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തെ പോലെ ആളുകളോട് അടുത്ത് ഇടപഴകുന്ന, അവരുടെ പ്രയാസങ്ങളിൽ അവരുടെ കൂടെ നിൽക്കുന്ന, അവരെ തുണയ്ക്കുന്ന രാഷ്ട്രീയക്കാർ വളരെ വളരെ അപൂർവമായിക്കൊണ്ടിരിക്കുക. അത്തരം ജീവിതങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ ലോകത്തെക്കുറിച്ച് വല്ലാത്ത ഒരു നിരാശയും വല്ലാത്ത ഒരു സങ്കടവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത്രയും ശുഭാപ്തി വിശ്വാസം പ്രസരിപ്പിക്കുന്ന 2 പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുവാൻ അവസരം കിട്ടുന്നു. ശരിക്കു പറഞ്ഞാൽ ഈ 2 പുസ്തകങ്ങളും ആത്മകഥകളാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. വാസ്തവത്തിൽ ഈ 2 പുസ്തകങ്ങളും വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, വാര്യർ സാറാണെങ്കിലും പരമേശ്വരൻ സാറാണെങ്കിലും അവരെ മഹത്വവൽക്കരിക്കാനുള്ള ഒരു നേരിയ പരിശ്രമം പോലും നടത്തിയിട്ടില്ല. അതാണ് ഈ 2 പുസ്തകങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ചടങ്ങിൽ ആകാശവാണി മുൻ ഡയറക്ടർ KM നരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കാവാലം ശശികുമാർ, ഗ്രന്ഥകർത്താവ് ഡോക്ടർ K. പരമേശ്വരൻ, ഷാബു പ്രസാദ് തുടങ്ങിയവരും സംസാരിച്ചു. കോഴിക്കോട് അളകാപുരിയിലാണ് ചടങ്ങുകൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chemanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സ്വരലയം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കൗൺസിലർ ടി രജനി ഉദ്ഘാടനം ചെയ്തു. ആവശ്യമുള്ളവർക്ക് മരുന്നുകളും വിതരണം ചെയ്തു. ബേപ്പൂർ ആയുർവേദ ഡിസ്പെൻസറിയുടെയും സ്വരലയം റെസിഡൻസ് അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. അസോസിയേഷൻ പ്രസിഡന്റ് വെള്ളപ്പാലി സുനിൽകുമാറിന്റെ വസതിയിൽ വെച്ച് നടന്ന പരിപാടി കൗൺസിലർ ടി രജനി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു. ആശാവർക്കർമാരായ സൗമ്യ, ശ്രീലത, റെസിഡൻസ് ഭാരവാഹികളായ വി ആലി, ശ്രീജ പ്രകാശ്, പി ഗീത, സി സുഹറ, LK മറിയം ബി, പി സജീഷ്, സാഹിർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നമ്മളിപ്പോൾ ഈ കർക്കിടക മാസമായതിനാൽ ഈ കുറേ ആളുകൾക്ക്, കുറേ പ്രായം ആളുകൾക്കും മാരകമായ രോഗങ്ങളൊക്കെ പകർന്നു പിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ ബേപ്പൂർ ആയുർവേദ ഡിസ്പെൻസറിയുമായി സഹകരിച്ചിട്ട് നമ്മൾ നടത്തുന്ന ഒരു ആയുർവേദ ക്യാമ്പാണിത്. കുറേ ആളുകൾക്ക് ഈ ക്യാമ്പിനെ കൊണ്ട് ഉപകാരപ്രദമായി നല്ല ഡോക്ടർ വിദ്യയുടെ നേതൃത്വത്തിൽ നല്ലൊരു ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാമ്പിനെ സഹായിച്ച ഡോക്ടർമാർക്കും മറ്റും ഒരിക്കൽ കൂടി റെസിഡൻസിൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു. മെഡിക്കൽ ക്യാമ്പ് 2 വർഷമായിട്ട് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം എല്ലാ സഹകരണം നമ്മുടെ പ്രദേശത്തുള്ള ആളുകളിൽ നിന്ന് നല്ലൊരു സഹകരണം കിട്ടുന്നുണ്ട്. ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹൃദയ TK, ശിശുരോഗ വിഭാഗം പ്രൊജക്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുപമ ശങ്കർ AK എന്നിവർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ദേശീയ മാസ്റ്റേഴ്സ് ക്ലാസിക് ആൻഡ് എക്യുപ്ഡ് പവർ ലിഫ്റ്റിംഗ് മത്സരങ്ങൾക്കായി ഓഗസ്റ്റ് 2 മുതൽ 7 വരെ കോഴിക്കോട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയം വേദിയാകും. കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും കോഴിക്കോട് ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും സംയുക്തമായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 3 രാവിലെ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫലി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 7-ാം തീയതി ഉച്ചയ്ക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കോഴിക്കോട് സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ അരുൺ K പവിത്രൻ IPS സമ്മാനങ്ങൾ വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ O രാജഗോപാൽ, സംസ്ഥാന സെക്രട്ടറി E മോഹൻ പീറ്റേഴ്സ്, പ്രസിഡന്റ് അജിത് S നായർ, ജനറൽ കൺവീനർ മിഥുൻ കുമാർ അത്താടി, സെക്രട്ടറി P പ്രഗ്നേഷ് പ്രേമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. കേരള ഡെമോക്രാറ്റിക് പാർട്ടി എലത്തൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KC കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സുബീഷ് കുമാർ ആലാമ്പറ്റ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KT അരവിന്ദാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. റിട്ടയർഡ് നേവി ക്യാപ്റ്റൻ ഗോപാലൻ എലത്തൂർ, PV സുനിൽകുമാർ മൊകവൂർ, E മനോഹരൻ, K അജയൻ, ശശിധരൻ നായർ എന്നിവർ ഭാരവാഹികളായി 21 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷം ഗുരുവായൂരിൽ വെച്ച് നടത്തുന്ന നാരായണീയ സത്രം വൈകുണ്ഠാമൃതം 2025 ശ്രീ വളയനാട് ഭക്തജന സമിതിക്ക് ക്ഷണം ലഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പരിസര പ്രദേശത്തെ ക്ഷേത്ര സമിതികളെയും വളയനാട് ഭക്തജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീദേവി കല്യാണമണ്ഡപത്തിൽ വെച്ച് നാരായണീയ സമിതികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സാന്ദ്രാനന്ദം എന്ന പേരിൽ നാരായണീയ സത്രം നടന്നുവരികയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർക്കിടക വാവുദിനത്തിൽ പിതൃക്കൾക്കായി ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ. VSന് അനുശോചനമായി കെടാവിളക്ക് തെളിയിച്ച യുവധാര കോട്ടൂളി. NIT കാലിക്കറ്റ് സെന്റർ ഫോർ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര സമ്മേളനം. ഹനുമാൻ സേന ഭാരതിന്റെ നേതൃത്വത്തിൽ രാമായണ പാരായണവും അധ്യാത്മ രാമായണ വിതരണവും.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.